പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നാച്ചുറലായിട്ട് നമുക്ക് കൺമഷി കുഞ്ഞുങ്ങളുടെ കണ്ണിലും നമുക്കും ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ കൺമഷി എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ കൂടുന്നതനുസരിച്ചും വ്യൂസ് കൂടുന്നതനുസരിച്ചൊക്കെയാണ് നമുക്ക് ഇനി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുമക്കൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വെറും ഈ കാണിക്കുന്ന ഞാൻ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പിരികത്തിലും കണ്ണിനകത്തും ഒക്കെ എഴുതി കൊടുക്കാൻ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും പേടിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. ഇത് കണ്ടു, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തുമ്പ നമുക്കറിയാൻ പറയുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ കയ്യോന്നി എന്നാണ് പറയുന്നത്. പല സ്ഥലത്ത് പല പേരായിരിക്കാം. ഇതിനെ കണ്ടു ഇതിൻ്റെ ഇങ്ങനെയാണ് ഈ ഇല ഇരിക്കുന്നത്. അറിയാത്തവരൊന്ന് കണ്ടുപിടിച്ചോളുക. ഇതാണ് കയ്യോന്നി എന്ന് പറയുന്നത്. ഇതിന് തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. ഇതിലൊരു പൂ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, പൂ പോലെ ഇരിക്കും. ഇത് നോക്കിയാൽ നമുക്ക് കയ്യോന്നി മനസ്സിലാവും. കയ്യോന്നി നമ്മുടെ മുടി വളർച്ചയ്ക്കും പിരികത്തിനും കണ്ണിനകത്തൊക്കെ തണുപ്പ് കിട്ടാനും എല്ലാത്തിനും കയ്യോന്നി ഒരു നല്ല ഔഷധ സസ്യമാണ്. തുമ്പയ്ക്കും അതുപോലത്തെ ബെനിഫിറ്റ്സ് ആണുള്ളത്. അപ്പം തുമ്പയും എടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ ഒരു തുമ്പയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് കയ്യോന്നി ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് പൂവാങ്കുറുന്നൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂ ഇങ്ങനെ ഇരിക്കും കണ്ടോ. അപ്പം ഇതാണ് ഇതിൽ കുറച്ചിനെ നമ്മൾ എടുത്തേക്കുന്നത്. പനിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്ക. പിന്നെ നമുക്ക് 2 വെറ്റില അറിയാമല്ലോ. കണ്ണിലൊക്കെ ഇത് പുരട്ടുമ്പം നമുക്ക് ഈ കൺമഷി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല തണുപ്പും കൂടെ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു നാരങ്ങയാണ് വേണ്ടത്. ഒരു നാരങ്ങയുടെ പകുതി മതി, പകുതി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് ആവണക്കെണ്ണ വേണം. ആവണക്കെണ്ണ നമുക്ക് ഇതിനകത്ത് കുറച്ച് വേണം. നല്ല നെയ്യ് വേണം. അപ്പം നമുക്ക് ഹോം മെയ്ഡായിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ അതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പച്ചക്കർപ്പൂരമാണ്. ഓക്കെ, പച്ചക്കർപ്പൂരം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മതി. നമുക്ക് ഇത്രയും മതി നമുക്ക്. കാരണം കർപ്പൂരം ഒത്തിരി ആയാലും കണ്ണ് നേടും കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു പേരിന്, ഒരു മണത്തിന് നമ്മൾ പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അങ്ങാടി കടയിൽ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അത് കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഇല്ല, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയേ. ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ്, ഒരു സ്മെല്ലിനും കണ്ണിനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരുപാടാകരുതേ, ഒരു കുറച്ച് ഞാൻ കാണിച്ച അത്രയും മാത്രം എടുത്താൽ മതി. ഇനി ഇതെന്താണെന്നായിരിക്കും നിങ്ങളെല്ലാവരും നോക്കുന്നത് അല്ലേ. ഇതാണ് അഞ്ജനക്കല്ലെന്ന് പറയുന്നത്. ഈ അഞ്ജനക്കല്ല് ഇതിൻ്റെ പേര് തന്നെ അഞ്ജനം എന്നല്ലേ. അപ്പം നമുക്ക് കൺമഷി ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് നല്ല വൃത്തിക്ക് പൊടിച്ച്, നല്ല കഴുകി നല്ല വൃത്തിക്ക് പൊടിച്ച്, ഫൈനായിട്ട് പൊടിച്ച് കുറച്ചിനകത്ത് നമുക്ക് ആഡ് ചെയ്താൽ അതും ഒത്തിരി ആകരുത്, നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇത് കണ്ണിൽ തരിയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ണിൽ തടയാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ച് അതിൻ്റെ ആ ഒരു പൊടി ഭാഗം മാത്രം നമ്മളിതിനകത്ത് കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി. കർപ്പൂരം കൂടെ ചേർത്തിനകത്ത് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു ആവണക്കെണ്ണയും നെയ്യുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അരച്ചെടുക്കണം. ഓക്കെ, മിക്സിയിൽ അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം, കല്ലിൽ അരയ്ക്കാൻ താല്പര്യമുണ്ട് കല്ലിൽ അരയ്ക്കാം, പക്ഷേ വെണ്ണ പോലെ അരയ്ക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാമേ. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അരയ്ക്കാൻ പോകണം. അമ്മിയിലാണ് അരയ്ക്കുന്നത്, മിക്സിയിലല്ല. കണ്ടോ, ഇതിൽ അരയ്ക്കാൻ പോവാണേ. അപ്പോൾ നമ്മളിത് അരയ്ക്കുകയാണേ. അരച്ചിട്ട് ഇനി കാണിക്കാം. നമ്മൾ അമ്മിയിൽ അരച്ചെടുക്കുകയാണ്. കംപ്ലീറ്റ് അരച്ചതിന് ശേഷം ഞാൻ ഇനി കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത ആ ഒരു ഇലകളല്ലേ, ഇതെല്ലാം നമ്മൾ നല്ലതായിട്ട് അമ്മിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു അരമുറി എന്താ ഇടുന്നതെന്നറിയാമോ, നാരങ്ങ കൂടെ നമ്മളിതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കുകയാണ്. നാരങ്ങ നല്ലതാണ് കണ്ണിന്. ഇലകളും നീരൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാരങ്ങ ഫുൾ എടുക്കാം. ഞാനിപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കൈ നീറ്റായിരിക്കണം. കാരണം ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞതിൻ്റെയാണ്, അല്ലാതെ നമ്മൾ നന്നായിട്ട് കൈ കഴുകിയിട്ടായിരിക്കണം ഇതൊക്കെ ചെയ്യാൻ. പറഞ്ഞില്ലേ, ആ തുണി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു തുണി ഇതിനകത്തോട്ട് മുക്കി വെക്കുകയാണ്. ഒരു തുണി ഞാൻ മുക്കി. അപ്പം ഇനിയും ഉണ്ട് ബാക്കി.
എന്നിട്ട് അത് മുക്കി നന്നായിട്ട് മുക്കി പിഴിയണം. എന്നിട്ട് നമുക്ക് ഇനിയുണ്ട് പ്രോസസ്സ്, ഇതിനെ ഉണക്കിയെടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇത് തീരത്തില്ല. അപ്പം ഉണങ്ങാനൊക്കെ ടൈം എടുക്കത്തില്ലേ. അപ്പം നമ്മൾ നന്നായിട്ട് മുക്കി എത്ര തുണി വേണേലും എടുക്കാം. ചാറ് മൊത്തം എടുക്കുന്നിടം വരെ നമ്മളിതിനെ ലൂസാക്കി നമുക്കിങ്ങനെ ചാറെല്ലാം ഇതിനകത്ത് ഇങ്ങനെ മുക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. കണ്ടോ? നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത തുണി അതുപോലെ എടുത്തു മുക്കി. കണ്ടോ? ഇതിനകത്ത് ഫുള്ള് നമുക്ക് വന്നു. കണ്ടോ? ആ നീര് മൊത്തം ഇതിനകത്ത് നമ്മൾ എടുത്തു. ഇനി അത് വേണേൽ പിഴിയാം. പിന്നെയും വരും. അപ്പോൾ നമ്മൾ പിന്നെയും കുറേയേറെ മുക്കി മൊത്തം ഈ നീരും ഈ തുണി അബ്സോർബ് ചെയ്യും. അത്രയും ഉപയോഗിച്ചാൽ മതി. പിഴിഞ്ഞു. ഇപ്പോൾ ഇതിലെല്ലാം കറയായി. ഇതാണ് നമുക്കിനി ഉണക്കിയെടുത്തിട്ട് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് കത്തിക്കാനുള്ളത് കിട്ടുന്നത്. കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ തുണി എടുത്തുള്ളൂ. അത് മൊത്തം കിട്ടിയുമില്ല. എന്നാലും കുഴപ്പമില്ല, കിട്ടുന്ന അത്രയും നമുക്ക് എടുക്കാം. പിഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും എല്ലായിടം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ആ ജ്യൂസ് മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത തുണി നമ്മൾ 3 തുണി ഏകദേശം എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് ഉണക്കാനിടണം. കണ്ടോ? ഇനി ഞാൻ ഇതിനെ ഉണക്കാനിട്ടിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് ഈ തുണിയെല്ലാം നമ്മളെല്ലാം ഉണ്ടോ നമ്മളിതിൻ്റെ ആ ഒരു നീരെടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ചെറിയ തിരികളാക്കി എടുക്കാം. നമുക്കിതിനെ കത്തിക്കാനുള്ളതല്ലേ, എണ്ണ ഒഴിച്ച്. അപ്പോൾ അതാക്കി എടുക്കാമേ. എടുത്തിട്ട് കാണിക്കാം. അതിനെല്ലാം ഇങ്ങനെ അതിൻ്റെ ഒരു വക തുണി എടുത്തിട്ടുള്ളേ. ഇതിനകത്ത് കൊള്ളുന്ന അത്രയും തുണി എടുത്ത് നമ്മളിതുപോലെ പണ്ട് തിരിയൊക്കെ തറുത്തുകൊണ്ടിരുന്ന പോലെ നമ്മളിതിനെ ഇങ്ങനെ വിളക്കത്തിരി പോലെ തറുത്തെടുക്കണം. എന്നിട്ട് ഞാനിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു കത്തിക്കുന്ന രീതിയിൽ. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ, നല്ലെണ്ണ വേണം ഒഴിക്കാൻ. നല്ലെണ്ണ, വിളക്കെണ്ണയല്ല, നല്ലെണ്ണ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ്, ഉരുക്കിയ നെയ്യാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇതങ്ങ് ഉരുകിക്കോളും. ഓക്കെ, നെയ്യ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ആവണക്കെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. കണ്ണിനൊരു തണുപ്പിനൊക്കെ വേണ്ടിയാണ്. പക്ഷെ ഒത്തിരി ആയാലും നമുക്ക് കണ്ണിനൊക്കെ തലവേദനയൊക്കെ എടുക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. നമ്മളിതൊന്ന് എല്ലാം ഒന്ന് മുക്കിയെടുക്കണം ഇതിനകത്ത്. ഇനി നമുക്കിതിനെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. 2 ഇഷ്ടിക ഞാൻ അവിടെ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു അടുപ്പ് പോലെ വെക്കാൻ വേണ്ടിയല്ലേ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇതുപോലെ ഒരു അടപ്പാണ് യൂസ് ചെയ്യുന്നത്. ചട്ടിയുടെ അടപ്പ് കണ്ടോ, ഇതുപോലെ ഒരെണ്ണം. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. നമ്മളതിനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാക്സിമം നമുക്ക് കരി കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അതൊന്ന് കത്തട്ടെ. കണ്ടോ, ഇത്രയും പച്ചക്കർപ്പൂരം എടുത്തിട്ടുണ്ട്. ഒത്തിരി ആവണ്ട, ഇത്രയും പച്ചക്കർപ്പൂരം മതി. ഇത് മതി, ഇത്രയും മതി. ഒത്തിരി ആയാൽ ഭയങ്കരമായിട്ട് കണ്ണ് നീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതാണ് അഞ്ചനക്കല്ല്. ഈ അഞ്ചനക്കല്ലും നമ്മൾ കുറച്ച് പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിക്കണം. ഓക്കെ, ആദ്യം ഞാൻ ഇത് പൊടിച്ച് മാറ്റി വെക്കട്ടെ. നമ്മുടെ ഈ പച്ചക്കർപ്പൂരം, അത് കഴിഞ്ഞിട്ട് അഞ്ചനക്കല്ല് പൊടിക്കാം. ഇതൊക്കെ തന്നെ നിങ്ങളും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളോട് ഓർഡർ ചെയ്ത് തമ്മിൽ നമ്മളത് ഉണ്ടാക്കി തരുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് നല്ല ഒരു മായവും ചേർക്കാതെ കൺമേശയൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പൊടിച്ച് കഴിഞ്ഞ് ഇത്രയും മതി. ഇത്രയും കുറച്ച് മതി, ഒരു മണത്തിന് വേണ്ടി മാത്രം. ഒത്തിരി ഇടണ്ട കേട്ടോ. പിന്നെ അത് മാറ്റി വെക്കാം. ഇനി അഞ്ചനക്കല്ലും പൊടി, അതും ഇതുപോലെ നമ്മൾ ചെറിയ പീസ് എടുത്തിട്ട് കുറച്ച് മതി. നമ്മൾ ഒത്തിരി ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലല്ലോ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. ഇത് ഇത്രയും എടുക്കുന്നു. അത് നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിക്കണം. ഒത്തിരി പോലും തരി ഉണ്ടാവരുത്.
തരി ഉണ്ടായാൽ കണ്ണിനകത്തത് നമുക്ക് ഫീൽ ചെയ്യും. തരി 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 ആയിട്ട് തോന്നും. നല്ല തരിയായിട്ടെടുത്ത് അഞ്ചനക്കല്ലും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ഇത്ര മതി നമുക്ക്, ഒത്തിരി ആകരുത്. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നല്ല മണമാണ്. ഇതിനെ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടി നമ്മുടെ കരിയും കൂടെ റെഡിയാകുമ്പോഴത്തേക്കും അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് അങ്ങനെ കാണിക്കും. ഒട്ടും തരി ഉണ്ടാവരുത്. ഓക്കെ, ഇനി നമുക്ക് കരിയും കൂടെ ആകട്ടെ. കണ്ടില്ലേ, നമുക്ക് ഇത്രയും കരി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ഇളക്കിയെടുക്കണം. എന്നാൽ ഇതൊക്കെയാണ് നമ്മുടെ നല്ല ചൂടുണ്ട്, നമ്മളിതിനെ ഇങ്ങനെ ഇളക്കണം. നാച്ചുറലായിട്ട് നമ്മൾ കരിച്ചെടുത്ത കരിയാണ്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണേത്. അതിനകത്തോട്ട് ഞാനിത് ഈ ഒരു നമുക്ക് കിട്ടിയ കരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അഞ്ചനക്കല്ലില്ലേ, ഈ എടുത്ത് വെച്ചിരിക്കുന്ന അഞ്ചനക്കല്ലിൽ നിന്നും ആ കർപ്പൂരത്തിൽ നിന്നും ഇത്ര ഇട്ടാൽ മതി. കാരണം കുറച്ചല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്രയും പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഈ ഒരു ബോട്ടിലാണ് കൺമഷി മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത്, കാരണം എൻ്റെ കയ്യിൽ ഇച്ചിരി കരിയൊക്കെ വീണു. ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ കയ്യിൽ കുറച്ച് കരിയൊക്കെ വീഴും. അതിനുശേഷം നമുക്ക് കുറച്ച് ആവണക്കെണ്ണ, നമുക്ക് വേണ്ട എമൗണ്ടിൽ ആവണക്കെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ കൺമഷി മിക്സ് ചെയ്ത് വെക്കാൻ. നമുക്ക് ഇത്രയും മതി, ഇതൊരു ചെറിയ ബോട്ടിലല്ലേ. അപ്പോൾ ആവണക്കെണ്ണ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. നമ്മൾ എത്ര എടുത്തിട്ട് നമുക്ക് കിട്ടിയത് കണ്ടോ, ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചേറെ എടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നല്ല മണമുണ്ട് നമുക്ക്, കണ്ടോ. നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കണ്ടോ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഓർഗാനിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഹോം മെയ്ഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കും. നല്ല മണമുണ്ട്, വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയുക. കണ്ടോ, ഇങ്ങനെ യൂസ് ചെയ്യാം നമുക്ക്. കണ്ടില്ലേ. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. നമ്മുടെ കൺമഷി അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് രാത്രിയിൽ കിടക്കുമ്പോൾ ആരും കാണില്ലല്ലോ. അപ്പോൾ രാത്രി കിടക്കുമ്പോഴും നമുക്കിതൊന്ന് എഴുതി കിടക്കുവാണെങ്കിൽ നമ്മുടെ പുരികത്തിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ്. അപ്പോൾ അതിനും നമ്മൾ നാച്ചുറലായിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനും നമുക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കുറച്ച് എമൗണ്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പറിൽ. അപ്പം നമ്മളത് നാച്ചുറലായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.